നമ്മുടെ യാർഡിൽ ഒരുപാട് ഫോർച്യൂണേഴ്സ് ഉണ്ട്, കംപ്ലീറ്റ് ഏകദേശം സെയിലായിട്ടുണ്ട്. ഇത് ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ. 2011 മോഡലാണത്. പിന്നെ 4x4 ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ള 2,60,000 കിലോമീറ്ററാണ്. ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാൻ കഴിയും. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. വേറെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഫ്രണ്ടേജ് ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ. അതേപോലെ 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കേട്ടോ. 2012 മോഡലാണ് വരുന്നത്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനം ലാസ്റ്റ് കമ്പനി കയറിയുള്ളത് 2021 1/28 സർവീസാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം കമ്പനി കയറില്ല. ഇപ്പോൾ കിലോമീറ്റർ 1.50 കാണിക്കുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. നമ്മൾ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത്. ഫിക്സ്ഡ് റേറ്റ് ആണ്. 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കിന് 11 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു വാഹനം വന്ന അതേ കണ്ടീഷനിൽ കുറേ വാഹനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏകദേശം നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇതേപോലെ വർക്കിന് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 4 ദിവസം മുന്നേ നമ്മൾ 2010 ഓഫർ പ്രൈസ് കിട്ടിയിരുന്നു. അത് അന്ന് തന്നെ അഡ്വാൻസ് ആയി. ഇതേപോലെ വർക്കിന് നമുക്ക് ഒരു 6 വാഹനം നമുക്ക് ഓൾറെഡി നമ്മുടെ ഷെഡിലുണ്ട്. വർക്കിന് എന്തായാലും ഒരു 1.5 മാസം നമുക്ക് ടൈം വേണ്ടി വരും. അങ്ങനെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല കേട്ടോ. 2011 മോഡൽ 4x4 മാനുവലാണ് വരുന്നത്. കിലോമീറ്റർ കൂടി നമ്മൾ പറഞ്ഞു 2,60,000 കിലോമീറ്ററാണ്. ഏകദേശമൊക്കെ ഫുള്ള് കമ്പനി ഹിസ്റ്ററിലുള്ള ഒരു വാഹനം തന്നെ കേട്ടോ. ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഇതൊക്കെ ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് ഹെഡ് ലാമ്പ് മാറും, ബോണറ്റ് മാറും, ഫെൻഡർ മാറും, അതേപോലെ ബമ്പർ മാറും, ബമ്പർ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അതേപോലെ GR സ്പോർട്ടിൻ്റെ ഗ്രില്ലേക്കാരം വരുന്നത്. ഇപ്പം നിലവിൽ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ന അതേ കണ്ടീഷനിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 കടുപുത്തൻ ടയർ ഭാഗങ്ങൾ തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. യോക്കോമയുടെ ടയറാണ്. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡോർമൽ എവിടെയും ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒന്ന് ഏകദേശം നമ്മളൊരു ഫുൾ കോട്ട് പെയിൻറ്റ് നമ്മൾ ചെയ്യും. ഫുള്ള് വർക്ക് എടുക്കുമ്പോൾ ഫുൾ കോട്ട് പെയിൻറ്റ് നമ്മൾ ചെയ്യും. ടയർ ഭാഗം ബാക്ക് നോക്കുകയാണെങ്കിൽ 80% ബാക്ക് ടയറും വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഹിസ്റ്ററിലൊരു വാഹനമായതുകൊണ്ട് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു ബോഡി ക്വാളിറ്റിയും ഇൻറ്റീരിയർ ക്വാളിറ്റിയും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും എല്ലാ ഭാഗത്തും. അതേപോലെ എഞ്ചിൻ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ കേട്ടോ. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടില്ല. ഇതുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ മാറ്റം വരുന്നത് വെച്ചാൽ ഡിക്കി ഗാർണിഷ് നമുക്ക് LED വരുന്നുണ്ട്. അതേപോലെ LED ടൈലാമ്പാണ് വരുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ബമ്പർ സ്കേറ്റിംഗ് വരും. ഈ ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യും. Type 2ൻ്റെ ബമ്പറാണ് ചെയ്യുക കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊന്നും എവിടെ ഉണ്ടാവില്ല. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഡാഷ്ബോർഡ് കാര്യങ്ങൾ അതേപോലെ ഓൾറെഡി ടച്ച് സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീറ്റ് അവർ തന്നെ കാരണം ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഒരു വെൽവെറ്റ് ടൈപ്പ് സീറ്റ് കവറാണ് ഉള്ളത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡിലും നിങ്ങൾക്ക് സീറ്റ് കവറുമ്പോൾ കാണിക്കാൻ കഴിയില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റൂഫും കാര്യങ്ങളാണ്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുമ്പോഴേ ഫ്രണ്ട് ടയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 പുത്തൻ ടയർ ഭാഗം കേട്ടോ. എൻജിൻ ഭാഗം നോക്കുമ്പോൾ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഈ ഒരു സൈഡ് ഭാഗം പക്കയാണ് കേട്ടോ. ഫ്രണ്ടേജ് ഭാഗത്തോ എവിടെയും നിങ്ങൾക്ക് ഇതിനൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനമാണ്. അതേപോലെ ഇത് 2012 2 വീൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ളൊരു വാഹനം തന്നെയാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 11 ലക്ഷം രൂപ ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് GR സ്പോർട്ടിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെഡ് ലാമ്പ് ചേഞ്ച് ചെയ്ത് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു 90,000 രൂപ നമുക്ക് എക്സ്ട്രാ ചിലവിട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ചെറിയ 1-2 ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക് GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് ഫിക്സഡ് റേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 12 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഈ 2 വാഹനത്തുമ്പോൾ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു 70-80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി പെയിൻ്റാണ് കൂടുതലും വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് സ്ക്രാച്ച് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ഈ ബോണറ്റിൻ്റെ ഇവിടെ സ്ക്രാച്ച് ആയിട്ടില്ല, ചെറിയൊരു നിൽക്കേണ്ടത് നമുക്ക് വീഡിയോയിലൊന്നും പ്രത്യേകിച്ച് കാണില്ല. ഒറ്റ നോട്ടത്തിലൊന്നും കാണാത്തൊരു സ്ക്രാച്ചാണ്.
അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50-60%. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. സ്റ്റോക്ക് കണ്ടീഷനിലാണ് എല്ലാ ഭാഗങ്ങളും വരുന്നത് കേട്ടോ. ടൈലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതാണ്. GR സ്പോർട്ടിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡിക്കി കാർണിഷ് LED വരും, LED ടൈലാമ്പ് വരും, സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ വരും, ബമ്പർ സ്കാറ്റ് കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഒരു ഓൾമോസ്റ്റ് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു വാഹനം തന്നെ കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. 360 ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. സീറ്റ് വൈസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സീറ്റ് ഓവർ തന്നെയാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന ബാക്ക് സീറ്റുമാണ് കേട്ടോ. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. എൻജിൻ ഭാഗം നോക്കുമ്പം അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളോ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല, അത് ഗ്യാരണ്ടി തരാം. അത്യാവശ്യം നല്ല വൃത്തി തന്നെ എല്ലാ ഭാഗമല്ല കേട്ടോ. ബോണറ്റിൻ്റെ സൈഡ് ഭാഗമാണെങ്കിലും ഒക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് രണ്ടാമത് എഴുതിയതാണോ എന്നുള്ള സംശയമുണ്ട്. ടൊയോട്ടൻ്റെ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു 8 ഉണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ. 12 തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ ബാക്കി എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ ഈ 2 വാഹനങ്ങളും സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ. ഈ 2 വാഹനത്തിനും മേജർ ആക്സിഡൻറ്റ്, മേജർ കംപ്ലയിൻറ്റുകൾ, അതേപോലെ ഫ്ലഡ് കാര്യങ്ങളില്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗിയർ ബോക്സിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. അതേപോലെ മെക്കാനിക്കൽ മേജർ ആയിട്ടില്ല കേട്ടോ, എഞ്ചിൻ വർക്ക് കാര്യങ്ങൾ അങ്ങനത്തേനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഫ്ലഡ് കാര്യങ്ങളില്ലാന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി തരാം. അതേപോലെ മേജർ ആക്സിഡൻറ്റ്, ഈ 4 കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. ഇത് 2011 മോഡലൊക്കെ നമുക്കൊരു 10-13 വർഷം ഓടിയ വാഹനങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ ഉണ്ടാവും. ബാക്കിയുള്ള മേജർ കംപ്ലയിൻറ്റുകളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും കേട്ടോ. ഈ 2011 മോഡൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് 8.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാൻ കഴിയുക. GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് 10,25,000 രൂപ കൊടുക്കാൻ കഴിയും കേട്ടോ. അതേപോലെ ഈ 2012 ഓട്ടോമാറ്റിക് 3 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം, ഈ വാഹനം നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ 11 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതെല്ലാം നിങ്ങൾക്ക് ഈ വാഹനം GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് പക്ക കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് 12 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. 2 വാഹനത്തിൻ്റെ പ്രൈസ് ഫിക്സഡ് ആണ്. ഇത് ഈ 2 വാഹനത്തിനും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.